നമസ്കാരം, ഞാൻ ഡോക്ടർ ജീവൻ ജോസഫ്, ജീവൻസ് ഡയബറ്റിസ് ആൻഡ് എൻഡോക്രൈൻ സെന്റർ, വിമല ഹോസ്പിറ്റൽ, ഏറ്റുമാനൂർ, കോട്ടയത്തെ ഡയറക്ടറും കൺസൾട്ടന്റ് എൻഡോക്രിനോളജിസ്റ്റുമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഈ അടുത്ത കാലത്ത് ഒത്തിരി ഈ വൃക്ക സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് ഒത്തിരി ചർച്ച സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നതായിട്ട് നമുക്ക് കാണാം. നമ്മുടെ സൊസൈറ്റിയിലും കൂടുതലും വൃക്ക സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കൂടി വരുന്ന സാഹചര്യവുമുണ്ട്. പ്രത്യേകിച്ച് ഇതിന്റെ നൂതന ചികിത്സാ രീതികളൊക്കെ ഉണ്ടെങ്കിൽ പോലും, നമുക്കെല്ലാവർക്കും അറിയാം ഡയാലിസിസ് അതുപോലെയുള്ള പല ചികിത്സാ രീതികളൊക്കെ ഉണ്ട്. എന്നിരുന്നാൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് പ്രിവെൻഷൻ ആണ് നമുക്ക് ക്യൂറിനേക്കാളും നല്ലത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഒരു രോഗമില്ലാത്ത വ്യക്തിക്ക്, പ്രമേഹ രോഗവും രക്തസമ്മർദ്ദം അങ്ങനത്തെ പ്രശ്നങ്ങൾ, ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഇല്ലാത്ത വ്യക്തികൾക്കും അത്തരം കാര്യങ്ങൾ ഉള്ള വ്യക്തികൾക്കും യൂസ്ഫുൾ ആയിരിക്കുന്ന ഒരു വൃക്ക സംബന്ധം അല്ലെങ്കിൽ കിഡ്നി ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള ഗോൾഡൻ പോയിന്റ്സിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് രോഗം ഉള്ളവർക്കും ഹെൽപ്ഫുൾ ആയിരിക്കും, അല്ലാത്തവർക്കും ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം ഇതൊരു ജനറൽ പ്രിൻസിപ്പിൾസ് ആണ്. അപ്പോൾ ഈ ഒരു പ്രിൻസിപ്പിൾ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് കിഡ്നി ഹെൽത്ത് കുറെ കൂടി ബെറ്റർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. വേറെ പ്രശ്നങ്ങൾ വരുന്നത് നമുക്ക് തടയാൻ പറ്റും. കാരണം ഈ വൃക്ക സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നാൽ, ഈവൻ ഡയാലിസിസിൽ വന്നാൽ പോലും, ഡയാലിസിസ് എടുത്താൽ പോലും നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് സിഗ്നിഫിക്കൻ്റ്ലി അഫക്റ്റഡ് ആണെന്ന് നമുക്കറിയാം. അത് മാത്രമല്ല, മിക്ക പഠനങ്ങളും കാണിക്കുന്നത് ഡയാലിസിസ് തുടങ്ങിയ വ്യക്തികളിൽ അവരുടെ ലൈഫ് സ്പാനും സിഗ്നിഫിക്കൻ്റ്ലി ഷോർട്ടൻ ചെയ്യുന്ന സാഹചര്യമാണ്. അപ്പോൾ ഇതൊന്നും നമുക്ക് ഒരു പ്രിവെന്റീവായിട്ട് നമ്മുടെ വൃക്കയെ സംരക്ഷിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതുമായിട്ട് കമ്പയറബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു നല്ല കുറച്ച് പോയിന്റ്സ് നമ്മൾ ഓർത്തിരിക്കുകയാണെങ്കിൽ നമുക്ക് വൃക്ക സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ തടയാനായിട്ട് പറ്റും. അതിൻ്റെ അകത്ത് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എത്ര വെള്ളം കുടിക്കണമെന്നുള്ളതാണ്. അപ്പോൾ പല ആൾക്കാർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ട്, വൃക്കയെ സംരക്ഷിക്കണമെങ്കിൽ ഒരുപാട് വെള്ളം കുടിക്കണം. പക്ഷേ മിക്ക പഠനങ്ങളും കാണിച്ചിരിക്കുന്നത് കിഡ്നി സ്റ്റോൺ ഉള്ളവരിൽ മാത്രമേ ഉള്ളൂ ഈ അമിതമായി അല്ലെങ്കിൽ നല്ലൊരു ഒരുപാട് വെള്ളം കുടിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പോസിറ്റീവ് ബെനിഫിറ്റ് ഉള്ളൂ. പക്ഷേ വൃക്കയെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മളൊരു റീസണബിൾ അളവ് വെള്ളം കുടിക്കേണ്ടതാണ്. അപ്പോൾ റീസണബിൾ അളവ് എന്ന് വെച്ചാൽ ഏകദേശം ഒരു ദിവസം ഒരു 2 ലിറ്ററാണ്. 2 ലിറ്റർ എന്ന് വെച്ചാൽ നമുക്ക് ഒരു 8 കപ്പ് വെള്ളമെങ്കിലും നമ്മൾ ഒരു ദിവസം കുടിക്കണം. അപ്പോൾ അതിൽ കുറവ് കുടിക്കുന്ന ആൾക്കാരാണ് വളരെ ബിസി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ കാരണം ആക്ച്വലി അത്രയും വാട്ടർ ഇൻടേക്ക് ഇല്ല എങ്കിൽ അത് ഒരു പരിധി വരെ നമ്മുടെ കിഡ്നിയെ അഫക്റ്റ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ്, റീസണബിൾ ആയിട്ടുള്ള വാട്ടർ ഇൻടേക്ക് അറൌണ്ട് 2 ലിറ്റേഴ്സ് പെർ ഡേ അല്ലെങ്കിൽ 8 കപ്സ് പെർ ഡേ എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ്. 2, നമ്മുടെ ഫുഡിൽ നമുക്ക് എന്ത് ചേഞ്ചസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ വൃക്കയെ ഏറ്റവും പ്രതികൂലമായി ബാധിക്കുന്നത് ഉപ്പ് അമിതമായി എടുക്കുന്നത് കൊണ്ടാണ്. ഇപ്പോൾ നമ്മൾ വിചാരിക്കുക യൂഷ്വലി ഈ ഡയറ്റിലൊക്കെ ആഡ് ചെയ്യുന്ന സോൾട്ട് മാത്രമേ ഉള്ളൂ, ഞാൻ അത്രയൊന്നും ആഡ് ചെയ്യുന്നില്ലല്ലോ എന്ന് നമുക്ക് ചിന്തിക്കാം. പക്ഷേ പല പ്രോസസ്ഡ് ഫുഡ്സിലും ഹൈ ലെവൽസ് ഓഫ് സോഡിയവും ഫോസ്ഫറസും ഉണ്ട്. പ്രോസസ്ഡ് ഫുഡ്സും അൾട്രാ പ്രോസസ്ഡ് ഫുഡ്സിൻ്റെ അകത്ത് നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ ഇഷ്ടംപോലെ ഉപ്പ് അടങ്ങിയിട്ടുണ്ട്. കെച്ചപ്സ് ആയിരിക്കാം, സോസസ് ആയിരിക്കാം, അതുപോലെ സോസേജസ്, അതുപോലെയുള്ള ബേക്കൺ, അങ്ങനെ ടിൻഡ് ഫുഡ്സ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ഈ സോൾട്ടിൻ്റെ ഇൻടേക്ക് ഉണ്ട്. അപ്പോൾ സേഫ് ലിമിറ്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. അറൌണ്ട് 6 grams പെർ ഡേ. 6 grams എന്ന് പറഞ്ഞാൽ 1 സ്പൂൺ സോൾട്ട് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ യൂഷ്വൽ പ്രോസസ്ഡ് ഫുഡുകൾ കഴിക്കുന്ന വ്യക്തികൾ, ഫാസ്റ്റ് ഫുഡ്സ് കഴിക്കുന്ന ആൾക്കാരിലെല്ലാം ഇതിനേക്കാളും ഒത്തിരി അധികം സോൾട്ട് നമ്മൾ എടുക്കുന്നുണ്ട്. ഇത് കിഡ്നീസിന്റെ മുകളിൽ ഒരു വലിയ സ്ട്രെയിൻ ആണ്. പ്രത്യേകിച്ച് വൃക്ക സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ തുടങ്ങുന്ന വ്യക്തികളാണെങ്കിൽ, അല്ലെങ്കിൽ അത് തുടങ്ങിയിട്ടുള്ള വ്യക്തികളാണെങ്കിൽ അബ്സല്യൂട്ട്ലി നമ്മൾ സോൾട്ട് റെഡ്യൂസ് ചെയ്യണം. അല്ലാത്തവർക്കും നമ്മുടെ നോർമൽ ഡയറ്റിൽ സോൾട്ടും പ്രോസസ്ഡ് ഫുഡ്സും റെഡ്യൂസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. കിഡ്നി ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഹെൽപ്ഫുൾ ഫുഡ്സ് ആണ് ആവശ്യത്തിന് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതുപോലെയുള്ള ഹോൾ ഗ്രെയിൻസ് അടങ്ങിയ വീട്ടിൽ തന്നെ കുക്ക് ചെയ്യുന്ന പാചകങ്ങൾ. ഇതെല്ലാം യൂസ്ഫുൾ ആണ് ആൻഡ് ഹെൽപ്ഫുള്ളുമാണ്. ഇപ്പോൾ ഡയറ്റിൻ്റെ അകത്ത് ഫോക്കസ് ചെയ്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സോൾട്ട് അധികം എടുക്കുന്ന സാഹചര്യം, ഒരുപാട് എല്ലാത്തിൻ്റെ അകത്തും സോൾട്ട് ആഡ് ചെയ്യുന്ന സാഹചര്യം അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് പപ്പടം, പിക്കിള്, ഇതിൻ്റെ അകത്തെല്ലാം നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ വളരെ വലിയ തോതിൽ തന്നെ സോൾട്ട് അടങ്ങിയിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. 3ാമത് എക്സസൈസസ് ആണ്. നമുക്ക് ചിന്തിക്കാം, എക്സസൈസും വൃക്കയും തമ്മിൽ എന്താണ് ബന്ധം? എക്സസൈസ് നമ്മൾ സാധാരണ മസിലും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ ഫിറ്റ്നസിന് വേണ്ടി ചെയ്യുന്ന ഒരു സാഹചര്യമാണെന്നുള്ളതാണ്. പക്ഷേ അമിതവണ്ണം വൃക്കയെ കൂടുതൽ പ്രതികൂലമായി ബാധിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ഡെയിലി എക്സസൈസ് ചെയ്യുന്ന ആൾക്കാരിൽ വൃക്ക സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കുറവാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് എക്സസൈസ് ചെയ്യണമെന്നല്ല, പക്ഷേ ഒരു വീക്കിൽ എല്ലാ ദിവസവും ഒരു 30 to 40 മിനിറ്റ്സ് എങ്കിലും ലൈറ്റ് എക്സസൈസസ്, പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് മോഡറേറ്റ് ഇൻറ്റൻസിറ്റി റെസിസ്റ്റൻസ് ട്രെയിനിങ്ങും മസിൽ എക്സസൈസസ് ഒക്കെ ചെയ്യാമെങ്കിൽ അതും വൃക്ക സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് യൂസ്ഫുൾ ആണ്. അത് വരാതിരിക്കാനും കിഡ്നി ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനും യൂസ്ഫുൾ ആണ്. 4ാമത്തത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം, സ്മോക്കിംഗ് ആൻഡ് എക്സസ് ആൽക്കഹോൾ. ഇത് തീർച്ചയായിട്ടും നമ്മുടെ കിഡ്നി ഹെൽത്തിനെ പ്രതികൂലമായി
ബാധിക്കും. സ്മോക്കിംഗ് കാരണം രക്തധമനികൾ അടഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടാവും. വൃക്കയിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കുറയാനായിട്ടും അത് വൃക്ക സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും കാരണമാവും. അതുപോലെ തന്നെ അമിതമായ ആൽക്കഹോൾ ഡ്രിങ്കിങ് നേരിട്ട് തന്നെ വൃക്കയുടെ മുകളിൽ ഒരു പ്രതികൂലമായ ഒരു എഫക്റ്റ് അതിനുണ്ട്. അത് കൂടാതെ അതിൻ്റെ കൂടെ എടുക്കുന്ന പല കാര്യങ്ങളുടെ അകത്തും എക്സസ് സോൾട്ടും കാലറീസും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അമിതമായ വണ്ണം വെക്കാനും, ആൽക്കഹോളിൻ്റെ അകത്ത് തന്നെ ഇഷ്ടംപോലെ എംപ്റ്റി കാലറീസ് ഉണ്ട്. അപ്പോൾ അതും നമ്മുടെ വൃക്കയെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. അടുത്ത പോയിന്റ്, നമ്മൾ എടുക്കുന്ന മരുന്നുകളിൽ നമ്മൾ ഈ ഓവർ ദ കൗണ്ടറായിട്ട് പോയി എടുക്കുന്ന ചില മെഡിസിൻസ് ഉണ്ട്. നമ്മൾ വേദന വരുമ്പോഴത്തേക്കും ഉടനെ ഓടിപ്പോയി ഒരു വേദന സംഹാരി എടുക്കുന്നു. ഈ മിക്ക വേദന സംഹാരികളും ചിലത് മാത്രം ഒഴിച്ച് നിർത്തിയാൽ മിക്ക വേദന സംഹാരികളും NSAID എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ അകത്ത് വരുന്ന വേദന സംഹാരികളാണ്. അപ്പോൾ അമിതമായി ഈ രീതിയിൽ എടുക്കുന്ന സാഹചര്യമുണ്ടെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ നമ്മൾ വെറുതെ പോയി തലവേദന വരുന്നു അല്ലെങ്കിൽ കാലുവേദന വരുന്നു ഉടനെ തന്നെ പോയി ഒരുപാട് മരുന്ന് കഴിക്കുന്ന ഇത്തരം വേദന സംഹാരികൾ പെട്ടെന്ന് തന്നെ വൃക്കയെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. പിന്നെ പ്രമേഹം ഉള്ളവരാണെങ്കിൽ പ്രമേഹത്തെ നല്ല രീതിയിൽ നിയന്ത്രിച്ച് നിർത്തുകയും അതുപോലെ തന്നെ പ്രമേഹത്തിന് എടുക്കുന്ന മരുന്നുകളിൽ വൃക്കയെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള മരുന്നുകളുണ്ട്. SGLT2 ഗ്രൂപ്പിൽ വരുന്ന ടാബ്ലറ്റ്സ്, അതുപോലെ തന്നെ GLP-1 അഗോണിസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരുന്ന ട്രീറ്റ്മെൻറ്റ്സ്, സെമാഗ്ലൂട്ടൈഡ് അതുപോലെയുള്ള ട്രീറ്റ്മെൻറ്റ്സ്. ഇതെല്ലാം പ്രമേഹത്തെ ചികിത്സിക്കുന്ന മരുന്നുകളാണെങ്കിലും വൃക്കയും കൂടി സംരക്ഷിക്കാനായിട്ടുള്ള കഴിവ് അതിലുണ്ട്. അതുപോലെ തന്നെ രക്തസമ്മർദ്ദമുള്ളവരും, രക്തസമ്മർദ്ദത്തിന് നമുക്ക് പല മരുന്നുകൾ ഉപയോഗിക്കാം. അതിൻ്റെ അകത്ത് ചില മരുന്നുകൾക്ക് പ്രത്യേകമായി വൃക്കയെ സംരക്ഷിക്കാനായിട്ടുള്ള ഒരു കഴിവുണ്ട്. ഈ AC ഇൻഹിബിറ്റേഴ്സ് അല്ലെങ്കിൽ ARB ഗ്രൂപ്പിൽ വരുന്ന മെഡിസിൻസിന് പ്രത്യേക കഴിവുണ്ട് വൃക്കയെ സംരക്ഷിക്കാനായിട്ട്. അപ്പോൾ വൃക്ക സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ തുടങ്ങുന്ന സാഹചര്യമുണ്ട്, അല്ലെങ്കിൽ ഓൾറെഡി കിഡ്നീസ് ഒരു ചെറിയ പരിധി വരെ അഫക്റ്റഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എടുക്കുന്ന മെഡിസിൻസിൻ്റെ അകത്ത് ഒരു ബൈ 1 get 1 ഫ്രീ എന്ന് പറയുന്നത് പോലെ വൃക്കയെ സംരക്ഷിക്കുന്ന മരുന്നുകളായിരിക്കണം നമ്മൾ പ്രമേഹത്തിനും അതുപോലെ രക്തസമ്മർദ്ദത്തിനും വേണ്ടി എടുക്കുന്ന സാഹചര്യം. കൊളസ്ട്രോളിൻ്റെ അളവ് ഗണ്യമായി കൂടി നിൽക്കുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് നിർത്തുന്നതിലൂടെ വൃക്കയിലേക്കുള്ള രക്തധമനികളെ ബാധിക്കുന്ന സാഹചര്യം നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഫോക്കസ്ഡ് ആയിട്ട് നോക്കിയാൽ ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈലിലൂടെ തന്നെ കിഡ്നി ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അവസാനമായിട്ട് കിഡ്നി ഹെൽത്ത് മോണിറ്റർ ചെയ്യാനും അല്ലെങ്കിൽ ഏർലി സൈൻസ് ഓഫ് കിഡ്നി ഡാമേജ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ചെയ്യേണ്ട പ്രധാന ടെസ്റ്റുകൾ കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. എല്ലാവർക്കും അറിയാവുന്ന ഒരു ടെസ്റ്റാണ് ക്രിയാറ്റിനിൻ. ബ്ലഡിൽ നോക്കുന്ന ഒരു ടെസ്റ്റാണ്. ക്രിയാറ്റിനിൻ ഒരു കിഡ്നി ഡാമേജിൻ്റെ ഒരു ലേറ്റ് മാർക്കറാണ്. ആദ്യ ഘട്ടങ്ങളിൽ ക്രിയാറ്റിൻ കൂടണമെന്നില്ല. അതുകൊണ്ട് ക്രിയാറ്റിൻ മാത്രം, അത് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റ് ആണെങ്കിലും അത് മാത്രം നോക്കിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല. പലപ്പോഴും നമ്മൾ ഏർലി കിഡ്നി ഡാമേജ് മിസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഒരു നല്ല ടെസ്റ്റ് യൂറിൻ്റെ അകത്ത് പ്രോട്ടീൻ കൂടുതൽ പോകുന്നുണ്ടോ എന്നുള്ളതാണ്. അതിൻ്റെ സ്പെസിഫിക് ടെസ്റ്റിൻ്റെ പേര് യൂറിൻ മൈക്രോ ആൽബുമിൻ ക്രിയാറ്റിനിൻ റേഷ്യോ എന്നാണ്. അപ്പോൾ അതൊരു കിഡ്നി ഡാമേജ് വരുന്നതിൻ്റെ ഒരു ഏർലി മാർക്കറാണ്. അമിതമായ രക്തസമ്മർദ്ദമുള്ള വ്യക്തികളിൽ, പ്രമേഹമുള്ള വ്യക്തികളിൽ അല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങൾ കാരണം കിഡ്നിയെ ബാധിക്കുന്ന സാഹചര്യത്തിലെല്ലാം ഇത് കൂടാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു യൂറിൻ റുട്ടീൻ ചെയ്യുന്നതും വളരെ നല്ലതാണ്. കാരണം ചിലപ്പോൾ ഇപ്പോൾ ഈ യൂറിൻ റുട്ടീൻ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് രക്തത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ ചില കാസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതും നമ്മളെ കിഡ്നി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നതിൻ്റെ ഒരു തുടക്കത്തിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ കോസ് എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാനും ഒക്കെ നമ്മളെ സഹായിക്കാൻ സാധ്യതയുണ്ട്. ഈ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിൽ ഒത്തിരി പ്രചരിക്കുന്ന ഒരു ടെസ്റ്റാണ് സിസ്റ്റാറ്റിൻ C. അതുകൂടി ഒന്ന് പറഞ്ഞേക്കാം. സിസ്റ്റാറ്റിൻ C ഒരു കിഡ്നി ഡാമേജ് അസസ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്. എല്ലാവരും ഇത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ആവശ്യമില്ല. ചില പ്രത്യേക സാഹചര്യത്തിൽ സിസ്റ്റാറ്റിൻ C-ന് സാധാരണ ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞ ടെസ്റ്റുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അത് പ്രത്യേകിച്ച് നമ്മുടെ മസിൽ മാസ് ഒത്തിരി കുറഞ്ഞു നിൽക്കുന്ന സാഹചര്യം, മാൽന്യൂട്രീഷൻ അല്ലെങ്കിൽ വളരെ അമിത വണ്ണമുള്ള സാഹചര്യം, ഒബീസിറ്റി, അങ്ങനത്തെ സാഹചര്യത്തിൽ ചിലപ്പോൾ സീറം ക്രിയാറ്റിന് അത്ര റിലയബിൾ ആവാനായിട്ടുള്ളൊരു സാധ്യത ഇല്ല എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ, കാരണം നമുക്കറിയാമല്ലോ ക്രിയാറ്റിനിൻ മസിലിന്റെ മാസുമായിട്ട് ഒരു ലിങ്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ക്രിയാറ്റിൻ്റെ ടെസ്റ്റിൽ ഒരു ഫോൾസ് വാല്യൂ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്ന സാഹചര്യത്തിൽ ചിലപ്പോൾ സിസ്റ്റാറ്റിൻ C ഒരു ഹെൽപ്ഫുൾ മാർക്കർ ആയിരിക്കാം. ചിലപ്പോൾ ഏർലി കിഡ്നി ഡാമേജിലും സിസ്റ്റാറ്റിൻ C ഒരു ഹെൽപ്ഫുൾ മാർക്കർ ആയിരിക്കാം. എന്നിരുന്ന് കൊണ്ട് എല്ലാവരും സിസ്റ്റാറ്റിൻ C കൂടുതൽ ഒരു എക്സ്പെൻസീവ് ടെസ്റ്റാണ്. അപ്പോൾ അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അത് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്തു നോക്കേണ്ട ഒരു ടെസ്റ്റാണ്. അല്ലാതെ എല്ലാവരും ഓടിപ്പോയി ഒരു സിസ്റ്റാറ്റിൻ C ടെസ്റ്റ് ചെയ്യേണ്ട സാഹചര്യമില്ല. നമ്മൾ റുട്ടീൻ ടെസ്റ്റുകൾ ആദ്യം ചെയ്തിട്ട് ഡോക്ടറിന്റെ അസസ്മെന്റ് പ്രകാരം ഈ ഒരു ടെസ്റ്റ് വേണം എന്നുള്ളൊരു അഡ്വൈസ് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്തു നോക്കാവുന്ന ഒരു ഹെൽപ്ഫുൾ ടെസ്റ്റാണ്. നന്ദി, നമസ്കാരം.